അഭിനയം എന്ന കലയിലൂടെ കാലാതീതമായി നമുക്കൊപ്പം ജീവിക്കുന്ന അഭിനേതാവ് ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ 2010 ശേഷം പ്രഖ്യാപിക്കപ്പെട്ടതും ആരാധകർ വലിയൊരു കാത്തിരിപ്പ് നടത്തി വരുന്നതുമായ 10ഓളം സിനിമകൾ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തു എന്ന വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ 10 സിനിമകൾ ഏതൊക്കെയെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ പോലെ ലാലേട്ടൻ ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ലാലേട്ടൻ എന്നോ മോഹൻലാൽ എന്നോ ഒരു കമന്റ് രേഖപ്പെടുത്തുക. നമുക്ക് നോക്കാം എത്രയധികം ലാലേട്ടൻ ഫാൻസ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. 1. മോഹൻലാൽ ടിനു പാപ്പച്ചൻ പ്രോജക്ട്. 2018 ആന്റണി വർഗീസിനെ നായകനാക്കി സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് ടിനു പാപ്പച്ചൻ. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയുടെ വിജയവേളയിൽ തന്നെ ലാലേട്ടന് വേണ്ടി താൻ ഒരു തിരക്കഥ ഒരുക്കുന്നുണ്ടെന്നും ഉടൻ തന്നെ ലാലേട്ടനെ കണ്ട് ആ സിനിമ ആരംഭിക്കാനുള്ള നടപടികൾ ചെയ്യുമെന്നും ടിനു പാപ്പച്ചൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. വെറുതെ ഒരു സിനിമ ചെയ്യാതെ ലാലേട്ടനെ ഒരു മാസ് കഥാപാത്രമായി തന്റെ സിനിമയിൽ കൊണ്ടുവരുമെന്നും ടിനു സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് ടിനു പാപ്പച്ചൻ അജഗജാന്തരം, ചാവേർ പോലുള്ള സിനിമകൾ ചെയ്തെങ്കിലും ലാലേട്ടന്റെ പ്രോജക്ട് നീണ്ടു പോവുകയായിരുന്നു. അവസാനമായി ടിനു പാപ്പച്ചൻ ലാലേട്ടൻ സിനിമയെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ എഴുതിയ കഥ ലാലേട്ടന് തൃപ്തിയാവാത്തതിനാൽ പ്രോജക്ട് നീണ്ടു പോവുകയാണെന്നാണ്. എന്തായാലും നല്ലൊരു തിരക്കഥ സംഭവിക്കുകയും ലാലേട്ടൻ ടിനു പാപ്പച്ചൻ മാസ് പടം ഭാവിയിലെങ്കിലും സംഭവിക്കട്ടെ എന്നും പ്രതീക്ഷിക്കാം. 2. മോഹൻലാൽ പ്രിയദർശൻ ബോക്സിംഗ് മൂവി. 2021 മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിലാണ് ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു ബോക്സിംഗ് സ്പോർട്സ് മൂവി ഉടൻ ചെയ്യുമെന്ന് പ്രിയദർശൻ പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മരക്കാർ തിയേറ്ററുകളിൽ വൻ പരാജയമായി മാറിയതോടെ ആ ബോക്സിംഗ് ചിത്രം ഉപേക്ഷിച്ചതായി പ്രിയദർശൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. എങ്കിൽ പോലും 5 ദശാബ്ദത്തിലധികം സംവിധാന രംഗത്ത് തുടരുന്ന പ്രിയദർശന്റെ 100ാമത്തെ ചിത്രം ലാലേട്ടനുമായി ചേർന്ന് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മേ ബി 2026 ലാലേട്ടൻ പ്രിയൻ കോംബോയിൽ നമുക്കൊരു സിനിമ കാണാനാവുമെന്ന് പ്രതീക്ഷിക്കാം. 3ാമത്തെ ചിത്രം റംബാൻ. ചെമ്പം വിനോദിന്റെ തിരക്കഥയിൽ ലാലേട്ടനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാനിരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് റംബാൻ. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം 2024 പുറത്തു വരികയും ചെയ്തിരുന്നു. ലാലേട്ടനെ കൂടാതെ സോനു സൂദ്, കല്യാണി പ്രിയദർശൻ, ബിന്ദു പണിക്കർ എന്നിവരും താരങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പ്രശസ്ത ക്യാമറമാൻ സമീർ താഹിർ ആയിരുന്നു റംബാൻ ക്യാമറ ചലിപ്പിക്കേണ്ടത്. എന്നാൽ പിന്നീട് കാരണങ്ങൾ ഒന്നും തന്നെ പുറത്തുവിടാതെ ചെമ്പം വിനോദ് തന്നെ റംബാൻ ഉപേക്ഷിച്ചതായി സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിരുന്നു. എന്തുതന്നെ ആയാലും വെറും ഒരു പ്രഖ്യാപനം കൊണ്ട് മാത്രം വലിയൊരു ഹൈപ്പ് നേടാൻ സാധിച്ച ചിത്രമാണ് റംബാൻ. 4. മോഹൻലാൽ വിവേക് പ്രോജക്ട്. 2019 ഫഹദ് ഫാസിലിനെ നായകനാക്കി അതിരൻ എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് വിവേക്. അതിരിന് ശേഷം 2022 വിവേക് ലാലേട്ടനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുവെന്നും ഷിബു ബേബി ജോൺ ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നതെന്നും ഒഫീഷ്യലായി തന്നെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവാനിരുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ആരാധകർ വലിയൊരു കാത്തിരിപ്പാണ് നടത്തി വരുന്നത്. എന്നാൽ പിന്നീട് വിവേക് പറഞ്ഞ സമയത്തിനുള്ളിൽ തിരക്കഥ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ വിവേക് സ്വയമേ ഈ പ്രോജക്റ്റിൽ നിന്നും പിൻവാങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീട് ആ ഒരു സ്പേസിലേക്കാണ് പ്രൊഡ്യൂസർ ഷിബു ബേബി ജോൺ ലിജോ ജോസ് പല്ലിശ്ശേരിയെ കൊണ്ടുവരുന്നതും മലൈക്കോട്ട വാലിബൻ എന്ന സിനിമ സംഭവിക്കുന്നതും. പക്ഷേ അത് തെറ്റായ തീരുമാനമെന്നാണ് പിന്നീട് മനസ്സിലായത്. തിരക്കഥ പൂർത്തിയാക്കിയ ശേഷം നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടുകയാണെങ്കിൽ വിവേക് എന്ന സംവിധായകൻ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 5. മോഹൻലാൽ രാജീവ് രവി ചിത്രം. 2013 അന്യൻ റസൂലും എന്ന സിനിമ സംഭവിച്ചതിനു ശേഷമാണ് രാജീവ് രവി ലാലേട്ടൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. രാജീവ് രവിക്കായി ലാലേട്ടൻ ഒരു ഓപ്പൺ ഡേറ്റ് നൽകിയതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ സിനിമയുടെ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ശേഷം 2023 തുറമുഖം എന്ന സിനിമ വന്നതോടെ രാജീവ് രവിക്ക് വലിയ രീതിയിൽ വഴി കേൾക്കേണ്ടതായി വരികയും അദ്ദേഹം ഫീൽഡ് ഔട്ടിലേക്ക് വരെ എത്തിപ്പെടുകയും ചെയ്തിരുന്നു. ഇനി രാജീവ് രവി ലാലേട്ടൻ ചിത്രം എന്നതിന് സമകാലികത്തിൽ ഒരു പ്രസക്തി ഇല്ലെന്ന് തന്നെ പറയാം. 6. അമ്മ അസോസിയേഷൻ ലാലേട്ടൻ ചിത്രം. 2020 എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി അമ്മ അസോസിയേഷന് വേണ്ടി ഒരു സിനിമ വരുന്നു എന്നത് 2023 മുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ്. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഈ ചിത്രത്തിൽ ലാലേട്ടൻ ലീഡ് റോളിലും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾ മറ്റു വേഷങ്ങളിൽ എത്തുമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് 2024 തുടക്കത്തിൽ ഷാജി കൈലാസ് ഈ പ്രോജക്റ്റിൽ നിന്നും പിന്മാറിയെന്നും പകരം പുലിമുരുകൻ, പോക്കിരിരാജ സിനിമകളുടെ സംവിധായകനായ വൈശാഖ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നുവെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഈ പ്രോജക്റ്റും ഡ്രോപ്പായെന്നാണ് കേൾക്കുന്നത്. 7. വയനാടൻ തമ്പാൻ. ലാലേട്ടനെ നായകനാക്കി ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമയാണ് വയനാടൻ തമ്പാൻ. 2017 അനൗൺസ് ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥ ഉദയകൃഷ്ണ എഴുതി പൂർത്തിയാക്കാത്തതിനാലാണ് ഈ ചിത്രത്തിന്റെ വർക്കുകൾ നീണ്ടുപോയത്. പുലിമുരുകിന് ശേഷം ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കാനിരുന്ന സിനിമയായിരുന്നു വയനാടൻ തമ്പാൻ. എന്നാൽ ഇപ്പോൾ ഈ സിനിമയെ പറ്റി അദ്ദേഹത്തോട് തന്നെ ചോദിക്കുമ്പോൾ സിനിമ ഉപേക്ഷിച്ചതായി തന്നെയാണ് ടോമിച്ചൻ മുളകുപാടവും പറയുന്നത്. 8. രണ്ടാമൂഴം. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ലാലേട്ടനെ നായകനാക്കി VS ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യാനിരുന്ന ഒരു പീരിയോഡിക് ബ്രഹ്മാണ്ഡ സിനിമയാണ് രണ്ടാമൂഴം. ലാലേട്ടന്റെ തന്നെ ഒടിയൻ എന്ന സിനിമയുടെ വർക്കുകൾ നടക്കുന്ന സമയത്താണ് രണ്ടാമൂഴത്തിന്റെ ചർച്ചകൾ ആരംഭിക്കുന്നത്. പിന്നീട് സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥ MT പൂർത്തിയാക്കുകയും ശ്രീകുമാർ മേനോന് നൽകുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സിനിമയുടെ വർക്കുകളൊന്നും ആരംഭിക്കാത്തതിനാൽ MT ശ്രീകുമാർ മേനോന്റെ കയ്യിൽ നിന്നും തിരക്കഥ തിരികെ വാങ്ങിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ MT സാർ നമ്മളെയൊക്കെ വിട്ടു പിരിഞ്ഞു പോയതിനാൽ ഇനി രണ്ടാമൂഴം നടക്കാൻ സാധ്യതകൾ ഇല്ലെന്ന് തന്നെ പറയണം. 9. മോഹൻലാൽ മമ്മൂട്ടി കോംബോ ഒന്നിക്കാനിരുന്ന ബ്രഹ്മാണ്ഡ സിനിമ. 2014 ഷാജി കൈലാസ് ലാലേട്ടനെ കണ്ട് ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന ഒരു സിനിമയെ പറ്റിയുള്ള ആശയം പറഞ്ഞു.
ഇത് കേട്ട് താല്പര്യം തോന്നിയ ലാലേട്ടൻ ഓക്കെ പറയുകയും ചെയ്തു. ഷാജി കൈലാസിന്റെ മനസ്സിൽ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. പിന്നീട് അതൊരു തിരക്കഥയാക്കാൻ രഞ്ജിത്തിനെയും രഞ്ജി പണിക്കരെയും ഷാജി കൈലാസ് ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇതേ കഥയുമായി ഷാജി കൈലാസ് മമ്മൂട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ തനിക്ക് ഈ പ്രോജക്റ്റിനോട് താല്പര്യം ഇല്ലെന്ന് മമ്മൂക്ക പറയുകയും പിന്നീട് ഷാജി കൈലാസ് തന്നെ ഈ ഒരു സിനിമ ഡ്രോപ്പ് ആക്കുകയും ചെയ്തു. 10 ലാലേട്ടൻ പൃഥ്വിരാജ് അമൽ നീരദ് കോംബോ. ബാച്ചലർ പാർട്ടി എന്ന സിനിമയ്ക്ക് ശേഷം അമൽ നീരദ് ലാലേട്ടനെയും പൃഥ്വിരാജിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഇതിനുവേണ്ടിയുള്ള മീറ്റിംഗുകൾ പല ആവർത്തി നടക്കുകയും ലാലേട്ടനും പൃഥ്വിയും സിനിമയ്ക്ക് വേണ്ട ഡേറ്റ് നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ തിരക്കഥാ വർക്കുകൾ നീണ്ടുപോയതിനാൽ അമൽ നീരദ് തന്നെയാണ് ഈ ഒരു പ്രോജക്ട് ഡ്രോപ്പ് ആക്കിയത്. എമ്പുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ ഈ ഒരു പ്രോജക്ട് ഇനി നടക്കുമോ എന്ന് പൃഥ്വിയോട് ചോദിച്ചപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞു പോയെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ എത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.